ഹായ് ഫ്രണ്ട്സ്, 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർ നെയിം? ഹെലനിന് എങ്ങനെയാണ് അവളുടെ ആ ഒരു പേര് കിട്ടിയിട്ടുള്ളത്? ഓക്കെ, എങ്ങനെയായിരുന്നു? ഹെലൻ കെല്ലേഴ്സ് ഫാദർ ഇനീഷ്യലി ഇൻറ്റെൻഡഡ് ടു നെയിം ഹെർ മിൽഡ്രഡ് ക്യാമ്പൽ. But on the way to the church, he forgot the name, and when asked by the church minister, he gave the name Helen Adams instead. ഹെലൻ കെല്ലറിൻ്റെ ഫാദർ അവൾക്ക് ഒരു പേര് മിൽഡ്രഡ് ക്യാമ്പൽ എന്ന് പറയുന്ന പേര് ഇടാനായിട്ട് മുന്നേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചർച്ചിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു പേര് മറക്കുകയും ചർച്ച് മിനിസ്റ്റർ പേരിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം മിൽഡ്രഡ് ക്യാമ്പൽ എന്ന പേരിന് പകരം ഹെലൻ ആഡംസ് എന്ന പേര് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഹെലനിന് ഹെലൻ ആഡംസ് എന്ന പേര് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ്, why does Helen say she showed many signs of an eager self-asserting disposition? Self-asserting ആയിട്ടുള്ള പല സ്വഭാവങ്ങളും, അവളുടേതായിട്ടുള്ള പല സ്വഭാവ ഗുണങ്ങളും അതുപോലെ തന്നെ ആകാംക്ഷയുടെ അടയാളങ്ങളും അവൾ കാണിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഓട്ടോബയോഗ്രഫിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാ ചോദിക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹെലൻ വാസ് എ വെരി ബ്രില്യൻറ്റ് ഗേൾ ആൻഡ് ഷി വാണ്ട്സ് ടു സ്റ്റഡി ഫ്രം ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ്. ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഹെലൻ എന്ന് പറയുന്നത് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടിയാണെന്നും അതുപോലെ തന്നെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട് അവൾ ആഗ്രഹിച്ചിരുന്നു, അതിനുള്ള ഒരു ആകാംക്ഷ അവൾ കാണിച്ചിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, വൈ ഡിഡിൻ ഹെലൻസ് ഹാപ്പി ഡേയ്സ് ലാസ്റ്റ് ലോങ്? ഹെലൻ്റെ ആ സന്തോഷ ദിവസങ്ങൾ അധിക നാൾ നീണ്ടു നിന്നില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടായിരുന്നു ആ സന്തോഷ ദിവസങ്ങൾ കുറേ നാൾ നീണ്ടു നിൽക്കാതിരുന്നത്? അതിനുള്ള കാരണം എന്തായിരുന്നു? ഹെലൻസ് ഹാപ്പി ഡേയ്സ് ഡിഡിൻ ലാസ്റ്റ് ലോങ് ബിക്കോസ് അറ്റ് ദ ഏജ് ഓഫ് 19 months in February she was struck by illness that closed both her eyes and ears forever. ഹെലനിൻ്റെ സന്തോഷ ദിവസങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ? കാരണം എന്താണ്? അവൾക്കൊരു 19 months ആയ സമയത്ത് തന്നെ, ഒരു 19 മാസം പ്രായമായപ്പോഴേക്കും അവളുടെ കണ്ണും കാതും ഒക്കെ അടഞ്ഞുല്ലേ? അവൾ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അസുഖം അവളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടെ അവളുടെ സന്തോഷമുള്ള ദിവസങ്ങൾ അവിടെ അവസാനിച്ചിരുന്നു. നെക്സ്റ്റ്, വാട്ട് ട്രാജഡി സ്ട്രക്ക് ഹെലൻ ഇൻ ഫെബ്രുവരി? ഫെബ്രുവരിയിൽ ഹെലനെ ബാധിച്ചിട്ടുള്ള ആ ഒരു ട്രാജഡി, ദുരന്തം എന്തായിരുന്നു? ഇൻ ഫെബ്രുവരി ഹെലൻ കെല്ലർ വാസ് സ്ട്രക്ക് ബൈ ആൻ ഇൽനസ് ദാറ്റ് ലെഫ്റ്റ് ഹെർ ബ്ലൈൻഡ് ആൻഡ് ഡഫ്. ഹെലനെ ബ്ലൈൻഡും ഡഫും, ബ്ലൈൻഡ് എന്ന് വെച്ചാൽ കണ്ണ് കാണാത്ത ആളും അതുപോലെ തന്നെ ഡഫ് ചെവി കേൾക്കാത്ത ഒരാളുമായി മാറ്റിയിട്ടുള്ള ഒരു അസുഖം അവളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അവൾക്ക് ഫെബ്രുവരിയിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു ട്രാജഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വൈ വേർ ദ ഫസ്റ്റ് 19 months ഓഫ് ഹെലൻ കെല്ലേഴ്സ് ലൈഫ് ഡിഫറെൻറ്റ്? എന്തുകൊണ്ടാണ് ഹെലൻ കെല്ലറിൻ്റെ ആ ഫസ്റ്റ് 19 months എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരുന്നു എന്ന് പറയുന്നത്, വ്യത്യസ്തമായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? കാരണം എന്താ? ദി ഫസ്റ്റ് 19 months ഓഫ് ഹെലൻ കെല്ലേഴ്സ് ലൈഫ് വേർ ഡിഫറെൻറ്റ് ബിക്കോസ് ഡ്യൂറിങ് ദിസ് ടൈം ഷി കുഡ് സീ ആൻഡ് ഹിയർ. ഫസ്റ്റ് 19 months ഡിഫറെൻ്റ് ആവാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് അവൾക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞിരുന്നു അല്ലേ? അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഷി കോട്ട് ഗ്ലിംസസ് ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്സ്, ലുമിനസ് സ്കൈ ആൻഡ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. അന്ന് അവൾക്ക് പല കാഴ്ചകളും കാണാനായിട്ട് പറ്റിയിരുന്നു അല്ലേ? വിശാലമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ ഫീൽഡ്സ്, അതുപോലെ തിളങ്ങുന്ന ആകാശങ്ങൾ, അതുപോലെ ട്രീസ്, ഫ്ലവേഴ്സ്, ഇതൊക്കെ കാണാനായിട്ടന്ന് പറ്റിയിരുന്നു. അത് തന്നെയാണ് ആ 19 months ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ്, Dev is trying to list out the events in the early life of Helen Keller. ദേവ് എന്താ ചെയ്യുന്നത്? ഹെലൻ കെല്ലറിൻ്റെ ജീവിതത്തിലെ ആ ഏർലി ലൈഫിലെ, ആ ചെറിയ കുട്ടിയാകുമ്പോൾ ഉണ്ടായിരുന്ന ആ ആദ്യകാല ജീവിതത്തിലെ ഇവൻസുകൾ, സംഭവങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. ബട്ട് ഹി ഈസ് നോട്ട് ഏബിൾ ടു പുട്ട് ദം ഇൻ ഓർഡർ. പക്ഷേ അവനത് ഓർഡർ ആയിട്ട് എഴുതാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. Read the passage once again and help him write the following in the correct order.
നിങ്ങളോട് ആ ഒരു പാസേജ് ഒന്നും കൂടി വായിച്ചിട്ട് അവനെ ഈ ഇവൻറ്റ്സ് ഇവിടെ അവന് എഴുതിയിട്ടുള്ള ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ ഇവൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ടുള്ള ഓർഡറിലാക്കാനായിട്ട് നിങ്ങളോട് സഹായിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദേവ് എഴുതിയിട്ടുള്ള ഇവൻറ്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എഴുതിയിട്ടുള്ളത് ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ദ ഡേ ഷി ബിക്കേം എ ഇയർ ഓൾഡ്. ഒരു വയസ്സായിട്ടുള്ള ആ ദിവസം ഹെലൻ നടക്കാനായിട്ട് തുടങ്ങി. ദെൻ സെക്കൻഡ് എഴുതിയിട്ടുള്ളത് ഹെലൻ ലേൺഡ് ദ വേർഡ് വാട്ടർ ഇൻ ഹർ ഏർലി മന്ത്സ്. ഹെലന് അവളുടെ ഏർലി മന്ത്സിൽ ആദ്യ മാസങ്ങളിൽ തന്നെ വാട്ടർ എന്ന വേർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ തേർഡ് വരുന്നത് ദർ വാസ് എ ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ നെയിമിംഗ് ദ ബേബി. ആ കുട്ടിക്ക് പേരിടുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ചൂട് പിടിച്ച ഡിസ്കഷൻ ചർച്ച തന്നെ നടന്നിരുന്നു. ദെൻ നെക്സ്റ്റ് ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. ഹെലൻ ആയിരുന്നു ആ ഫാമിലിയിലെ ഫസ്റ്റ് ബേബി. ഹെലൻ ഫെൽ ഇൽ. ഹെലൻ അസുഖം ബാധിച്ചു. ദെൻ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് മിൽഡ്രഡ് ക്യാമ്പൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദി ബേബി. ബേബിക്ക് വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള പേരെന്ന് പറയുന്നത് മിൽഡ്രഡ് ക്യാമ്പൽ എന്നായിരുന്നു. ഓക്കെ, ഇതാണ് ദേവ് എഴുതിയിട്ടുള്ള ഇവൻസിൻ്റെ ഓർഡർ. ഇനി ഇതിനെ നമുക്ക് കറക്റ്റ് ഓർഡർ ആയിട്ട് എഴുതാം. സോ ഫസ്റ്റ് ഏതാ വരുന്നത്? ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. ഹെലൻ ആയിരുന്നു ആ ഫാമിലിയിലെ ഫസ്റ്റ് ബേബി. There was a heated discussion on naming the baby. അവർക്ക് പേരിടാനായിട്ട് അവിടെ ഒരു ഫാമിലിയിൽ ഒരു ഹീറ്റഡ് ഡിസ്കഷൻ തന്നെ നടന്നിരുന്നു. ദെൻ നെക്സ്റ്റ് തേർഡ് വരുന്നത് മിൽഡ്രഡ് ക്യാമ്പൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദി ബേബി. ബേബിക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്ത പേരെന്ന് പറയുന്നത് മിൽഡ്രഡ് ക്യാമ്പൽ എന്നായിരുന്നു. ദെൻ ഫോർത്ത് വരുന്നത് ഹെലൻ ലേൺഡ് ദ വേർഡ് വാട്ടർ ഇൻ ഹർ ഏർലി മന്ത്സ്. ഹെലൻ അവളുടെ ഏർലി മന്ത്സിൽ തന്നെ ആദ്യ മാസങ്ങളിൽ തന്നെ വാട്ടർ എന്ന വേർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഫിഫ്ത്ത് വരുന്നത് ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ദ ഡേ ഷി ബിക്കേം എ ഇയർ ഓൾഡ്. ഒരു വയസ്സായ ദിവസം അവൾ നടക്കാനായിട്ട് തുടങ്ങി. ദെൻ ലാസ്റ്റ് വരുന്നത് ഹെലൻ ഫെൽ ഇൽ. ഹെലന് അസുഖം ബാധിച്ചു. ദെൻ സെക്കൻഡ് വൺ, ചൂസ് അനദർ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ ഫോർ ദി പാസേജ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു പാസേജിന് ഇവിടെ താഴെ കുറച്ച് ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, പേരുകൾ. ആ പാസേജിന് കൊടുക്കാൻ കഴിയുന്ന പല പേരുകൾ താഴെ തന്നിട്ടുണ്ട്. അതിൽ നിന്നൊന്ന് നിങ്ങളോട് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ദെൻ യു മേ ഓൾസോ ഗിവ് വൺ ഓഫ് യുവർ ഓൺ. അതുപോലെ ആ പാസേജുകൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ടൈറ്റിൽസ്, വേറെ ടൈറ്റിൽസ് നിങ്ങളോട് എഴുതാനും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള ടൈറ്റിൽസ് നോക്കാം. ഫസ്റ്റ് വരുന്നത് ദ ക്വസ്റ്റ് ഫോർ എ നെയിം. ഒരു പേരിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ. ദ നെക്സ്റ്റ് വരുന്നത് അൺഫോൾഡിങ് ഗ്രീഫ് ആണ്. ദുഃഖങ്ങളുടെ ചുരുളഴിയുന്നു, അല്ലെങ്കിൽ എന്തെഴുതാം, ദുഃഖങ്ങൾ വിരിയുന്നു. ദ നെക്സ്റ്റ് വരുന്നത് സീസൺസ് എന്നതാണ്. ഓക്കെ, ഇനി നമ്മളോട് പേര് ടൈറ്റിൽ സജസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് എഴുതാം? നമുക്ക് സ്ട്രഗിൾ എന്ന് എഴുതാം, അല്ലെങ്കിൽ റിയൽ ഫൈറ്റർ എന്നൊക്കെ എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സം സീസൺസ് ആർ മെൻഷൻഡ് ഇൻ ദി പാസേജ്. അതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ പാസേജിൽ ചില സീസൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ദ കോളംസ് ഗിവൺ ബിലോ. ആ സീസൺസിൻ്റെ പേരുകളും അതുപോലെ ആ ഓരോ സീസൺസിൻ്റെയും ഫീച്ചേഴ്സ്, പ്രത്യേകതകളും എന്താണെന്ന് താഴെ തന്നിരിക്കുന്ന ബോക്സിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ബോക്സിൽ ഫസ്റ്റ് സീസൺസ് തന്നിട്ടുണ്ട്. സീസൺസ് വരുന്നത് ഫസ്റ്റ് സ്പ്രിംഗ് ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ദി റോബിൻ ആൻഡ് ദി മോക്കിംഗ് ബേർഡ് സിംഗ് മെലഡിയസ് സോങ്സ്. ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് സമ്മർ ആണ്, വേനൽക്കാലം. അതെങ്ങനെയാണ്? ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് അതിൻ്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് വരുന്നത് ഓട്ടം സീസൺ ആണ്, ശരത് കാലം. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താ? ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. ഗോൾഡൻ ഫ്രൂട്ട്സും പൊഴിയുന്ന ഇലകളും. നെക്സ്റ്റ് വരുന്നത് വിൻ്റർ ആണ് അല്ലേ. വിൻ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ടെക്സ്റ്റിൽ തന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ദി കോൾഡ് വെദർ വിത്ത് സ്നോഫോൾ എന്ന് എഴുതാം അല്ലേ. നല്ല തണുത്ത കാറ്റും അതുപോലെ മഞ്ഞ് വീഴ്ചയും. വിൻ്ററിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് ടെക്സ്റ്റിൽ പറയുന്നത് ഹെലൻ കെല്ലർ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് എന്നാണ് അല്ലേ. വിൻ്ററിലാണ് ഹെലൻ കെല്ലറിന് അസുഖം ബാധിച്ചത് എന്നാണ്. ഓക്കെ, സോ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ്, ഹൗ മെനി സീസൺസ് ഡു വി ഹാവ് ഇൻ ഇന്ത്യ? നമുക്ക് ഇന്ത്യയിൽ എത്ര സീസൺസ് ആണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. എത്രയാണ്? 4 സീസൺസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, ഓട്ടം സീസൺ, വിൻ്റർ സീസൺ.
കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഹൗ നേച്ചർ ലുക്സ് ഇൻ ഡിഫറെൻറ്റ് സീസൺസ്. ഇവിടെ നമ്മൾ 4 സീസൺസ് പറഞ്ഞു അല്ലേ. ഈ 4 സീസൺസിലും നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. വേനൽക്കാലത്തുള്ള രൂപത്തിലാവുമോ നമ്മുടെ വിൻ്റർ സീസണിൽ നമ്മുടെ പ്രകൃതി ഉണ്ടാവുക? അല്ല അല്ലേ. ഓരോ കാലത്തിനനുസരിച്ചും ഓരോ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രത്യേകതകൾ കാണിക്കുന്ന ഫോട്ടോസ് നിങ്ങളോട് ശേഖരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഇമാജിൻ യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കെല്ലേഴ്സ് മദർ കേറ്റ് കെല്ലർ. വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്ക് ഹെർ? നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഹെലൻ കെല്ലറിൻ്റെ അമ്മയോട് സംസാരിക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചെന്ന് വിചാരിക്കുക. എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ഹെലൻ കെല്ലറിൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടാവുക? ആ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ താഴെ എഴുതേണ്ടത്. ഓക്കെ, എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം? ഫസ്റ്റ് വൺ, ഹൗ ഡിഡ് യു ഫീൽ വെൻ ഹെലൻ വാസ് ബോൺ ബീങ് ദ ഫസ്റ്റ് ബേബി ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയിലെ ഒരു ഫസ്റ്റ് ബേബി ആയിട്ട് ഹെലൻ ജനിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? സെക്കൻഡ് വൺ, ക്യാൻ യു ഷെയർ എ മെമ്മറബിൾ മൊമെൻറ്റ് ഫ്രം ഹെലൻസ് ഏർലി ചൈൽഡ്ഹുഡ്? ഹെലനിൻ്റെ ഏർലി ചൈൽഡ്ഹുഡിലെ നന്നേ ചെറുപ്പത്തിലുള്ള എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള മറക്കാനാവാത്ത ഒരു മൊമെൻറ്റ് ഷെയർ ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. ദ നെക്സ്റ്റ്, ഹൗ ഡിഡ് യു ഫീൽ വെൻ യു ഫൗണ്ട് ഔട്ട് ഹെലൻ വാസ് ഡെഫ് ആൻഡ് ബ്ലൈൻഡ്? ഹെലന് ഡെഫും ബ്ലൈൻഡും ആയിട്ടുണ്ടായിരുന്നു അല്ലേ. കണ്ണിൻ്റെ കാഴ്ചയും കാതിൻ്റെ കേൾവി ശക്തിയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? Then next one, what were the difficulties you had to face while handling little Helen? ലിറ്റിൽ ഹെലനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു?